നമസ്കാരം. വാസ്തുസ്കോർ.com ഏവർക്കും സ്വാഗതം. നമ്മൾ വാസ്തുവെന്നും വസ്തുവെന്നും പറയുന്ന രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വാസ്തു എന്ന് പറയുന്നത് ഒരു ഭൂമിയുടെ ഉപരിതലം, ആ ഭൂമിയുടെ അളവ്, വശങ്ങൾ, മണ്ണ്, നിറം, രീതി, രൂപം, ഇതിനൊക്കെ കുറിച്ച് മൊത്തമായി പഠിക്കുന്ന ഒരു കാര്യമാണ് വാസ്തു. അതിൽ നിന്നും ഇറങ്ങിയതാണ് വാസ്തുശാസ്ത്രം. ഒരു വസ്തു എന്ന് പറയുമ്പോൾ ഈ വലിയ വസ്തുവിനെ ചെറിയ ചെറിയ കണ്ണങ്ങളായി തിരിക്കുമ്പോൾ അതൊരു വസ്തുവായി മാറുന്നു. ഇപ്പം നിങ്ങളൊരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ചു, അതിന് പറയുന്ന ഒരു വസ്തു മേടിച്ചു. അപ്പോൾ 5 സെന്റ്, 10 സെന്റ്, ഏക്കർ, അങ്ങനെ പല വസ്തുക്കൾ മേടിക്കുന്നു. പക്ഷേ വസ്തുക്കൾ മേടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാസ്തുവിൻ്റെ സ്വഭാവങ്ങൾ മാറുന്നില്ല. സ്വഭാവങ്ങളൊക്കെ അത് തന്നെയാണ്. പക്ഷേ ആ വാങ്ങിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണമെങ്കിൽ ആ വസ്തുവിന് പ്രധാനമായി വേണ്ട കാര്യം ആ വസ്തുവിന് 4 വശത്തുമുള്ള ചുറ്റും മതിൽക്കെട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പലരും വസ്തു വാങ്ങിച്ചിരുന്നാൽ കാമ്പൗണ്ട് വാൾ കെട്ടുന്നത്. ഈ കാമ്പൗണ്ട് വാൾ കെട്ടുന്നത് പട്ടി കയറാതിരിക്കാനോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ എപ്പോഴും കയറി വരാതിരിക്കുവാൻ വേണ്ടിയോ അല്ല. വസ്തുവിന് 4 മതിൽ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വസ്തുവിൻ്റെ കിടപ്പും രീതിയും ദിക്കുകളും വശങ്ങളും മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് വീട് അതിനകത്ത് എങ്ങനെ പണിയണം, അല്ലെങ്കിൽ ഒരു കെട്ടിടം എങ്ങനെ പണിയണം എന്ന് തീരുമാനിക്കുന്നത് ഈ 4 വാൾ വച്ചതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു വസ്തു വാങ്ങിക്കുകയാണെങ്കിൽ അതിനകത്തൊരു കെട്ടിടം വയ്ക്കുന്നു, പൂർത്തിയാകുകയാണെന്ന് മുൻപേ അല്ലെങ്കിൽ കെട്ടിടം വയ്ക്കുന്നതിന് മുൻപേ 4 ചുവരുകൾ, 4 5 എങ്ങനെയാണോ ആ വസ്തുവിൻ്റെ കിടപ്പനുസരിച്ച് ഒരു കാമ്പൗണ്ട് വാൾ അവിടെ കെട്ടിയിരിക്കണം. കെട്ടി ഗേറ്റിട്ട് പൂട്ടിയിരിക്കണം എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും വീട് വയ്ക്കാം. ഇപ്പോൾ വീട് വയ്ക്കുന്നവരെങ്കിലും അത് കാമ്പൗണ്ട് വാളിനകത്ത് നിൽക്കട്ടെ. അതിനുശേഷം വീട് വയ്ക്കുന്നത് ശരിയായ ദിശകൾ നോക്കി വേണം വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ. പലരും വീട് വെച്ചതിന് ശേഷമാണ് ദിക്കുകളൊക്കെ നോക്കുന്നത്. അപ്പോൾ മിനിമം ഒരു 5-6 സെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ദിക്കുകളൊക്കെ തിരിച്ചരിച്ചും വളച്ചുമൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ആ വസ്തു വാങ്ങിക്കുമ്പോൾ തന്നെ ആ ദിക്കുകൾ നോക്കുക. ഓക്കെ, വസ്തു വാങ്ങിച്ചു കഴിഞ്ഞിരുന്നാൽ അതിന് ചുറ്റും കാമ്പൗണ്ട് വാൾ കെട്ടി ഇട്ടിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ ആ വാസ്തുവിൻ്റെ വിശേഷങ്ങൾ, ഗുണങ്ങൾ നമുക്കത് കിട്ടുകയുള്ളൂ.